കളിക്കും മുമ്പേ ഫലം അറിയാവുന്ന ഒരു പോരാട്ടം. അതാണ് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ തിരുനടയിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനുണ്ട്. പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് നിൽക്കുന്ന അവർക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ കയ്യിൽ എന്തായാലും പ്രതീക്ഷയുടെ വലിയ ഭാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ സമ്മർദ്ദമില്ലാതെ മിഖായൽ സ്റ്റെഹറയ്ക്ക് ടീമിനെ അഴിച്ചുവിടാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഏതായാലും മത്സരത്തിന്റെ ഫലം നമുക്ക് ഉറപ്പാണ്. മത്സരത്തിൽ ജയമായാലും പരാജയമാണെങ്കിലും സമനിലയാണെങ്കിലും നമ്മളുടെ പ്രതീക്ഷകൾക്ക് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാം. കണ്ണിൽ പൊടിയിടാനുള്ള മാനേജ്മെന്റിന്റെ ചില തന്ത്രങ്ങളിൽ നമ്മളങ്ങ് വീഴും. അതുകൂടാതെ മിഖായൽ സ്റ്റെഹറെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒന്ന് പുഷ് ചെയ്യും. എന്നിരുന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാൻ പോകുന്നില്ല. ഇത്രയധികം കളികൾ തോറ്റിട്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് 2-3 സോഷ്യൽ മീഡിയ സെലിബ്രേഷൻ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. അതുറപ്പാണ്. കുറച്ച് സ്റ്റാറ്റസ് വീഡിയോ മാസമായിട്ട് വരും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഉള്ളത്. പക്ഷേ നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ദുഃഖിക്കാനേ പറ്റത്തുള്ളൂ. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയുടെ മേലെ മുഴുവൻ പഴികളും വരും. യഥാർത്ഥത്തിൽ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ടീമിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. കാരണം ബാക്കപ്പ് പ്ലേയേഴ്സ് ഏതൊക്കെ പൊസിഷനിൽ നമുക്ക് അവൈലബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ ഇളകിയാടുന്ന പ്രതിരോധവും കൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ ടീമുകളും എംപവർ ചെയ്തുകൊണ്ടിരിക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഡൗൺഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടീം. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സങ്കടം തന്നെയാണ്. സമനിലയാണെങ്കിൽ പോലും രക്ഷപ്പെട്ടു എന്ന് പറയാം എന്നല്ലാതെ വേറെ ഒന്നുമല്ല. മത്സരത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിഭാഗം ആരാധകരെങ്കിലും മനസ്സുകൊണ്ട് പരാജയം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തോൽവിയിൽ നിന്നും വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു നേട്ടമാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാമായി എന്ന് കരുതരുത്. ഇപ്പം നമ്മളെ ഒരിക്കലും എന്താണ് ഈ ഒരു ക്ലബിനോടും ബഡ്ജിനോടുമുള്ള സ്നേഹം ചില ആളുകൾക്ക് ലാഭം കൊയ്യാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റരുത്. നമ്മൾ ഒരിക്കലും അടിമകളാകരുത്. കൃത്യമായിട്ട് ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തെറ്റായ നയങ്ങൾക്കെതിരെ വിമർശിക്കുക കൂടി ചെയ്യണം. എല്ലാത്തിനും ഇങ്ങനെ അടിമകളെ പോലെ നിൽക്കേണ്ട കാര്യമില്ല. പ്രതിഷേധിക്കേണ്ട അവസരങ്ങളിൽ കൃത്യമായിട്ട് പ്രതിഷേധിക്കണം. ഇല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്ന് തന്നെയാണ് ക്ലബിൻ്റെ ഫ്യൂച്ചറിന് നല്ലത്. കാരണം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ആരാധകർ വിജിലൻ്റ് ആണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവരുടെ ലോയൽറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ബോധം മാനേജ്മെൻറ്റിനും ഉണ്ടാകത്തുള്ളൂ.